ഒരു സെമിനാർ ആരംഭിക്കുകയാണ്. ഇനി ഒരു സെമിനാർ കൂടി നേരിടാൻ നിങ്ങൾ പ്രാപ്തരാണെന്ന് എനിക്ക് തോന്നുന്നു. തന്നെയുമല്ല, എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം, ഞാൻ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ശുചിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്. രാമായണം എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. അതിലിനി ഒരു വാചകം പോലും ബാക്കി വെച്ചിട്ടില്ല. കഥയമമ കഥകളതിസാദരം കാകുൽ സ്ഥലീലകൾ കേട്ടാൽ മതിവര എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. മഹാകവി എം.വി.അപ്പൻ സാറിന്റെ പേരിൽ ഒരു അവാർഡ് നൽകുന്ന ഈ ചടങ്ങിൽ കാത്തിരുന്ന് ആ ചടങ്ങ് മുഴുവൻ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ധന്യതയായി ഞാൻ കരുതുന്നു. കാരണം അത്തരത്തിൽ ഒരു മഹാകവിയായിരുന്നു അദ്ദേഹം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും രചനാ വൈഭവം കൊണ്ടും നമ്മുടെ കാലഘട്ടത്തിൽ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ, അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹത്വമായിരുന്നു ശ്രീ അപ്പൻ സാർ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് ഞാൻ ശുചിത്വത്തിലേക്ക് വരും കേട്ടോ. അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് വളരെ മനോഹരമായി, ഹ്രസ്വമെങ്കിലും അഗാധമായി തമ്പാൻ സർ പറഞ്ഞതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. അത് പറയാതെ പോയിരുന്നെങ്കിൽ ഈ മീറ്റിംഗ് അപൂർണമായി പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കവിതയിലേക്ക് ഞാൻ അധികം വരുന്നില്ല. കുത്തിക്കുറിച്ചു കൊണ്ടിങ്ങിരുന്നാൽ അത്താഴമൂണിന് എന്തു ചെയ്യും എന്ന് പറഞ്ഞ ലളിതമായ പദാവലികൾ മുതൽ റൂബിയാത്തിന്റെ തർജ്ജമ വരെ ചിന്താസുന്ദര കാവ്യവും, അതെ, പലതരം ഭുജ്യങ്ങളും ചെന്നിറം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫടിക കിണ്ണവും പൈന്തേൻ നിർമൊഴി മാമരത്തണലിൽ നിൻ സംഗീതവും ചെരുകിൽ കാന്താരസ്ഥലി പോലും ഇന്നിവൻ സ്വലോകമാണ് ഓമനെ എന്ന് പറഞ്ഞ ആ പദവിന്യാസചാരിതയുടെ ചേതോഹര ഭംഗിയും വിടുകയാണ്. ഞാന് 1993 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി E.T. മുഹമ്മദ് ബഷീർ ശ്രീ കണിയാപുരം രാമചന്ദ്രന് നൽകിക്കൊണ്ട് എന്റെ ആദ്യത്തെ കവിതാ പുസ്തകം ഹരിതജാലകം YMCയിൽ പ്രകാശനം ചെയ്യുമ്പോൾ ആ ചടങ്ങിന്റെ അധ്യക്ഷൻ അപ്പൻ സാറായി. ഞാൻ ആദ്യമായി പങ്കെടുത്ത 19-20 വയസ്സുള്ളപ്പോ കേരള കൗമുദിയിൽ ഒരു വാർത്ത കണ്ടു. നമ്മുടെ തോട്ടം ശ്രീനാരായണ ലൈബ്രറിയിൽ പുതിയ കവികൾക്ക് വേണ്ടി ഒരു അവസരം കൊടുക്കും. ഞാൻ അതുവരെ എഴുതിയ പല കവിതകളും എടുത്തുകൊണ്ട് അവിടെ ചെന്നു. 6 മണിക്ക് ചെല്ലുമ്പോ പുതിയ കവികൾക്കെല്ലാം ഒരുപാട് പ്രായമുള്ള കവികളും ഉണ്ട്. അവർ പുതിയ കവികളായിരിക്കാം, അവരെല്ലാം ഉണ്ട്. ഇപ്പോ അപ്പൻ സാറാണ് അധ്യക്ഷൻ. ആലോചിച്ച് നോക്കണം, ഒരു മഹാകവി പുതിയ കവികൾക്ക് വേണ്ടിയുള്ള വർക്ക്ഷോപ്പിൽ അധ്യക്ഷനാവുക. അധ്യക്ഷനായെന്ന് മാത്രമല്ല, ആ കവിയരങ്ങ് അവസാനിച്ചപ്പോ 9:30 മണിയോട്ടുമായി. 9:30 മണി വരെ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കവിത കേൾക്കുന്നതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ട് അവസാനം പറഞ്ഞ ആ അവലോകന വാചകങ്ങളിലെ ഒരു വരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു കൊട്ടേഷനാണ്. ഞാൻ പറഞ്ഞു, ഉത്സാവചങ്ങളാ മോമൽ സുമങ്ങളാൽ മെച്ചലേറിയിടും ഈ ആരാമത്തിൽ ദേവൻ വനമാലിക്ക് ആനന്ദമേകാത്ത പൂവൊന്നുമില്ല എന്നതോർത്തുകൊള്ളുവിൻ. ദുരവസ്ഥയിലെ കുമാരാശാന്റെ അവസാനത്തെ ദുരവസ്ഥയിലെ വരികളാണ്. എന്ന് പറഞ്ഞാൽ ഈ പൂന്തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ പൂക്കൾ, ഈ വിവിധങ്ങളായ പൂക്കൾ, ഒരുപാട് തരത്തിലുള്ള പൂക്കൾ, ഈ പൂക്കളെല്ലാം കാണുമ്പോൾ ഒരു വനമാലി എന്ന നിലയ്ക്ക്, ആ പൂന്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയ്ക്ക് ദൈവം എനിക്ക് ഓരോ പൂവിലും സവിശേഷമായ ആനന്ദം തരുന്നു. ആനന്ദം തരാത്തതായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ അവതരിപ്പിച്ച എല്ലാ കവികളെയും കൊള്ളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ അഭിനന്ദിക്കുകയാണ്. ആ സന്മനസ്സിന്റെ മുമ്പിൽ, ആ വിശാല മനസ്കതയുടെ മുമ്പിൽ നമ്മൾ ആദരിക്കേണ്ടിയിരിക്കുന്നു, തലകുനിക്കേണ്ടിയിരിക്കുന്നു. തോന്നയ്ക്കൽ നമ്മളൊരു പുതിയ പരിപാടി അന്ന് തുടങ്ങി, ഉദയാസ്തമയ കാവ്യപൂജ. ഈ ഉദയാസ്തമയ കാവ്യപൂജയിൽ ആരോഗ്യം അനുവദിച്ചിടത്തോളം കാലം ഉദയം മുതൽ അസ്തമയം വരെ അദ്ദേഹം അവിടെ ഇരിക്കുമായിരുന്നു. ഏതെങ്കിലും കവികൾ, പുതിയ കവികൾ ഇരിക്കും. പുതിയ കവികളുടെ ഈ ചെമ്മകളും മീഡിയയും കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് അവിടെ വരുന്നത്. നിങ്ങളിപ്പോ വരുമെന്ന് 2 കൂട്ടരും ചോദിച്ചിട്ടാണ് വരുന്നത്. ആ സമയത്ത് കൂടെ ചെല്ലുന്നവരുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ആ കവിതകളെല്ലാം കേൾക്കുമായിരുന്നു. ആ വിധത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും
രചനാ വൈഭവം കൊണ്ടും നമ്മുടെ മലയാള കവിതാ ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ശിരസിന്റെ ശുഭ്രതയുടെ പ്രതീകമായ അപ്പൻ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഈ അവാർഡ്, അതും രാമായണം പോലുള്ള ഒരു അതിനെ ഉപജീവിച്ചുകൊണ്ടുള്ള ഒരു കൃതിക്ക് നൽകിയതിൽ അതിൽ കാണിച്ച ഔചിത്യത്തിന് ഇതിന്റെ ഭാരവാഹികളോട് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ശുചിത്വത്തിലേക്ക് ഞാൻ വരികയാണ്. ശുചിത്വത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞു, ഈ ശുചിത്വം എന്ന് പറയുന്നത് വിശ്വസംസ്കാര വേദിയാണല്ലോ, ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വലിയ സന്ദേശമാണ്. അദ്ദേഹത്തിന്റെ തീർത്ഥയാത്രയിൽ വരുമ്പോൾ അതിൽ 8 കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് ശുചിത്വം. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അടുത്ത ശുചിത്വമാണ്. അതുകൊണ്ട് ഗുരുദേവനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഹാവാക്കാക്കിക്കൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിക്കേണ്ടത്. ഗുരുദേവൻ എന്താണ് പറഞ്ഞത്? ശുചിത്വം, അദ്ദേഹം പറഞ്ഞ ആ വാചകമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ശുചിത്വം നമ്മളുടെ ആവശ്യവുമാണ്, നമ്മുടെ ആയുധവുമാണ്. ശുചിത്വം നമ്മുടെ ആവശ്യവുമാണ്, ആയുധവുമാണ്. ശുചിത്വം ആവശ്യമാണ്, ശാരീരികമായ ആവശ്യമാണ്, സാമൂഹികമായ ആവശ്യമാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ആ കാലത്ത് ആ തൊട്ടുകൂടായ്മയ്ക്കെതിരെയും തീണ്ടിക്കൂടായ്മയ്ക്കെതിരെയും അന്നത്തെ സാമൂഹിക വിപത്തുകൾക്കെതിരെയും പ്രതിഷേധിക്കുവാനുള്ള ധാർമ്മികമായ ആയുധമാണ് ശുചിത്വം. എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർ, അവർണർ ശുചിത്വത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. വ്യക്തി ശുചിത്വം ഇല്ല, 2 നേരം കുളിക്കുന്നില്ല, അവർ നല്ല വസ്ത്രം ധരിക്കുന്നില്ല. വസ്ത്രത്തിന്റെ ഭംഗിയല്ല, വസ്ത്രത്തിന്റെ വൃത്തിയാണ് പ്രധാനം എന്ന് അദ്ദേഹം പറയും. ആ വിധത്തിൽ ഒരു വൃത്തിബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അത് അന്നത്തെ സാമൂഹികമായ പരിവർത്തനത്തിന് ഉതകുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്ത ഒരു വലിയ പതാക വാചകമാണ് ശുചിത്വം. അപ്പൊ ശുചിത്വം അദ്ദേഹം കണ്ടത് ആ വിധത്തിലാണ്. കാലത്തിന് മുമ്പേ യാത്ര ചെയ്ത ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുമല്ലോ. അദ്ദേഹം ശുചിത്വത്തെ കുറിച്ച് ആ വിധത്തിലാണ് പറഞ്ഞത്. ഒരു യാത്ര പോകുന്ന സമയത്ത്, ശിഷ്യന്മാരുമായിട്ട് പോകുന്ന സമയത്ത് ഒരു ഭാഗത്തിരിക്കുമ്പോൾ കൊതുക് വല്ലാതെ ശല്യം ചെയ്തു. ശിഷ്യന്മാരെ എല്ലാം കൊതുക് കടിച്ചു. ശിഷ്യന്മാർക്ക് അടിക്കണമെന്നുണ്ട്, പക്ഷെ അത് ഹിംസയായി പോകുമല്ലോ എന്ന് വിചാരിച്ച് കൊതുകടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊതുകിന് നല്ല സൗകര്യം. അപ്പോൾ അവര് നോക്കിയപ്പോൾ ഉണ്ട്, ഗുരുദേവനെ കടിക്കുന്നില്ല കൊതുക്. കൊതുകിനും വിവേചനമുണ്ട്, കൊതുകിനും പാർഷ്യാലിറ്റി ഉണ്ട്. അതെന്താണ് ഇദ്ദേഹത്തെ കടിക്കാത്തത്? ഇദ്ദേഹം ദിവ്യനായതുകൊണ്ടാണോ എന്നൊക്കെ സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കെ പരഹൃദയ ജ്ഞാനികൾക്കുണ്ടല്ലോ. അദ്ദേഹം ചോദിച്ചു, എന്നെ കടിക്കുന്നില്ല എന്നായിരിക്കും അല്ലേ? എന്നെ കടിക്കാത്തത് ഞാൻ 2 നേരം കുളിക്കുന്നതുകൊണ്ടാണ്, ശരീരം വൃത്തിയായിരിക്കുന്നതുകൊണ്ടാണ്. നിന്നെയൊക്കെ കടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയണ്ടല്ലോ. അതാണ് ആ വിധത്തിലുള്ള വൃത്തിബോധത്തിന്റെ സന്ദേശമായിരുന്നു ശുചിത്വത്തിലൂടെ അദ്ദേഹം നൽകിയത്. അതിൽ നിന്ന് മാറി നമ്മൾ വളരെ മുന്നോട്ട് വന്നു, വളരെ പുരോഗമിച്ചു. ബഹിരാകാശത്ത് ഭൂ വിരിഞ്ഞു എന്നാണ് ഇപ്പൊ അത് എന്നിട്ട് തന്നെ 1-2 വർഷമായി. ബഹിരാകാശത്ത് നമ്മള് നാസ അവിടെ അയച്ച് പുഷ്പം വിരിയിച്ച്, റോസോ സെനീന എന്ന പേരുള്ള പുഷ്പം വിരിയിച്ചു. അവിടെ ഇനി കൃഷി തുടങ്ങാൻ പോകുന്നു. ഈ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞുവല്ലോ, നമ്മുടെ മുൻ മേയർ വളരെ വ്യതിരിലൂടെ പറഞ്ഞുവല്ലോ, എത്ര പ്രയാസപ്പെട്ട് എത്ര കഷ്ടപ്പെട്ട് ബോധവൽക്കരിക്കാൻ, ആരെല്ലാം കൊണ്ട് ബോധവൽക്കരിപ്പിച്ചു. മജീഷ്യനെ കൊണ്ടുവരെ ബോധവൽക്കരിക്കേണ്ടത്. അത്ര പിന്നോക്കക്കാരാണ് നമ്മൾ. സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും എല്ലാം ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ബോധവൽക്കരിക്കാൻ കാരണം ഇവിടെയുള്ള വിഷയം, നമുക്ക് വ്യക്തി ശുചിത്വമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും വ്യക്തി ശുചിത്വത്തിൽ പിന്നോട്ടല്ല. നമ്മളെല്ലാം 2 നേരം കുളിക്കുന്നുണ്ട്, പിന്നെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ ഈ സെക്രട്ടേറിയറ്റ് ജോയിൻ ചെയ്ത കാലത്ത് മിനിമം 3 ദിവസം ഒരേ ഷർട്ട് ഇടുമായി. ഞാനന്ന് ഒരു ദിവസം മാറും, ചിലപ്പോ ഉച്ചയ്ക്ക് മാറും എന്നാണ് ആളുകളുടെ ഒരു പരാതി. 3 ദിവസം ഒരേ ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങളെക്കാൾ മുമ്പേ അവിടെ അദ്ദേഹം വന്നപ്പോ 2 ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് സത്യമുണ്ട്. പിന്നീട് നമ്മുടെ ആളുകൾ ബുദ്ധിമാന്മാരാണല്ലോ, ഷർട്ട് മാറാൻ തുടങ്ങി, പാന്റ് മാറില്ല. കറുത്ത പാന്റാണെങ്കിൽ മാറുന്ന പ്രശ്നമില്ല, പല കളറുകൾ ഇട്ടിട്ട് വരും.
പക്ഷെ ദോഷൈക ദൃക്ക് എന്ന് പറഞ്ഞൊരു ദൃക്കുണ്ടല്ലോ, അകടിൽ ചുവട്ടിലും ചോര തന്നെ, അവര് ഈ പാന്റ് കണ്ടുപിടിച്ചോളയും. ഈ സൈഡിൽ ഒരു ഹോളുള്ള പാന്റ് തന്നെയാണ് സാറ് പറഞ്ഞോളെ. അതോ ശുചിത്വം, വ്യക്തി ശുചിത്വത്തിൽ നിന്ന് അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. വ്യക്തിപരമായ ആളുകൾ ശുചിത്വത്തിന്റെ മൂർധന്യത്തിലാണ്. പക്ഷേ പരിസര ശുചിത്വത്തിൽ, സാമൂഹ്യ ശുചിത്വത്തിൽ നമ്മൾ പിന്നോട്ട് പോയിരിക്കുന്നു. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ കവറാണ്, പ്ലാസ്റ്റിക് കവർ. എന്നാൽ അതിനകത്ത് ഇങ്ങനെ നിറച്ച് കറക്റ്റായിട്ട് പാക്ക് ചെയ്യുന്നൊക്കെ കാണണം. വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ മട്ടിലൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോയി എടുത്തു പോകും. ആ പാക്കിംഗ് കണ്ടല്ല കൊണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകണം. എവിടെയൊക്കെ വെക്കാമോ അവിടെയൊക്കെ കൊണ്ട് വെച്ചിട്ട് പോകണം. ടിവിയുടെ മുകളിൽ കൊണ്ട് വെച്ച് കളയും. വെച്ചാൽ അവിടെ ഇരിക്കണം നമുക്ക് തോന്നിപ്പോകും. അതിന്റെ പാക്കിംഗ് അതാണ്. ആ വിധത്തിൽ ശുചിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മൾ ഈ സെക്രട്ടറിയിൽ 5 വർഷം അഡീഷണൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ H1N1, H1N2, N5, N അങ്ങനെ കയറ്റായിട്ട് വരികയാണ് പുതിയ പുതിയ അസുഖങ്ങൾ. ഒരിക്കൽ ആ പുതിയ രോഗം ആദ്യ സെക്രട്ടറിക്ക് തന്നെ പിടിവിട്ടു. ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു, അദ്ദേഹം അറിയാതെ. അപ്പോ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ബോധവൽക്കരണത്തിന് DHSന്റെ ആളുകളൊക്കെ വിളിച്ച് അവരൊക്കെ പറയുന്നത്, ടയറുണ്ടോ, ടയർ വീടുകളിൽ ടയറുണ്ടോ, ടയർ ഉണ്ടെങ്കിൽ എടുത്താത്ത് വെക്കണം, ടയറിനകത്ത് വെള്ളം കിട്ടും എന്നാണ്. പണ്ടൊക്കെ എന്താണ് വിചാരിച്ചിരുന്ന, ഈ മഹാമാരികളൊക്കെ പാപികൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് ദൈവം കൊണ്ട് കൊടുക്കുന്നതാണെന്ന്. പാപികൾക്ക് ദൈവം അയക്കുന്നതാണ് മഹാമാരികൾ. മസൂരി അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ദൈവം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അന്നൊക്കെ സ്മാൾ പോക്സ് ഒക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഇട്ടിരിക്കുന്ന തട്ടിയോടെ ചുരുട്ടി ഒരു ഭാഗത്ത് ചാരും എന്നാണ് പറയുന്നത്. പിന്നെ ആരും അതിൽ പോകാറില്ല. ആ തട്ടി പൊത്ത് തിരിച്ചു വന്നവരും ഉണ്ടെന്ന് പറയും. ഈ കാലത്ത് നിന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി ഇതൊക്കെ എലി, പാറ്റ, ഈച്ച, കൊതുക് തുടങ്ങിയ ദുഷ്ടന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിനെതിരെ ഒരു വലിയ ബോധവൽക്കരണം നമ്മുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി ഗവൺമെന്റ് ഒരു ഭാഗത്തോട് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞുവല്ലോ, വേറെ നേതൃത്വത്തിൽ ബോധവൽക്കരണം വേറെ വഴിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ, പുതിയ പ്ലേറ്റ്ലെറ്റ് കുറയ്ക്കുന്ന, മനുഷ്യരെ കിടത്തിക്കളയുന്ന, ഒരിക്കലും ഒരു 2 ആഴ്ചത്തേക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ ലക്ഷക്കണക്കിന് പ്ലേറ്റ്ലെറ്റ് ഉണ്ടായിരുന്ന മനുഷ്യൻ പിറ്റേന്ന് 15,000-ലെത്തി. കണ്ടങ്ങിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ആ വരികളൊക്കെ തിരുത്തേണ്ടിയിരിക്കുന്നു പ്ലേറ്റ്ലെറ്റിന്റെ ഡയമെൻഷനിലൂടെ. ആ വിധത്തിൽ മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ശുചിത്വത്തെ കുറിച്ച് മുഴുവനും പറയുന്നില്ല, കാരണം സുധൻ എന്തോ പറയാനുണ്ട്. അതിന്റെ പകുതി ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നു. അപ്പോ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ചേർന്ന് വേണം ആ കുടുംബത്തിലെ ശുചിത്വം പാലിക്കാൻ എന്നാണ് DHS പറയുന്നത്. ഹെൽത്ത് സർവീസിലെ റെഗുലേറ്ററുകൾ പറയുന്നത് എങ്ങനെയാണ്? കുടുംബാംഗങ്ങളെല്ലാം കൂടി ബഡ്ജറ്റ് തീരുമാനിക്കുന്ന പോലെ ശുചിത്വത്തെ കുറിച്ച് പങ്കുവയ്ക്കണം. നീ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ശനിയാഴ്ച എന്ത് ചെയ്യാം, ഞായറാഴ്ച എന്ത് ചെയ്യാം, എല്ലാം നനയ്ക്കുകയും കുളിക്കുകയും വെയിലത്തൊടുകയും കിടക്കവരികൾ എല്ലാം സമ്പൂർണമായി മാറ്റുകയും അത് വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ. ഇടയ്ക്കാരോ പറഞ്ഞു കേട്ടു, ഭർത്താവ് ഭയങ്കര രോഷാവനായ ഒരു ഭർത്താവ്, മദ്യപിക്കുന്ന ഒരു ഭർത്താവാണ്. ഒന്ന് രോഷാവനായി ഭാര്യയെ ചീത്ത പറയുമ്പോൾ പിന്നെ കുറെ നേരത്തെ ഈ ഭാര്യയെ കാണില്ല. അവർ ആ രീതിയിൽ അവരുടെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കും. അവർ പോയിട്ട് മലിനമായി കിടക്കുന്ന എവിടെയാണോ അവിടെ ചെന്ന് ക്ലെൻലിനെസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്, വൃത്തിയാക്കും. മിക്കവാറും ടോയ്ലറ്റാണ് വൃത്തിയാക്കുക. ടോയ്ലറ്റ് കയറി എല്ലാ ടോയ്ലറ്റും ക്ലീൻ ചെയ്യും. ഭർത്താവ് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരാ പ്രതികരണം മുഴുവൻ അദ്ദേഹത്തോട് അത് കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് മാറ്റും. അങ്ങനെ ഇദ്ദേഹത്തെ കാരണം ആ വീട്ടിലെ ടോയ്ലറ്റ് എല്ലാം ക്ലീൻ ആണ് എപ്പോഴും. ഒടുവിലല്ലേ കാര്യം അറിയുന്നത്. ഭർത്താവ് ചോദിച്ചു, എന്നാലും നീ എന്നെ ഒന്നും പറയാൻ പഠിച്ചല്ലേ ടോയ്ലറ്റ് പോയി ഇത് ചെയ്യുന്നത്? എനിക്ക് ചിലപ്പോൾ ആലോചിക്കുന്ന സങ്കടമുണ്ട്. ഒരു സങ്കടപ്പെടണ്ട, ഞാൻ അവിടെ ചെന്ന് നിങ്ങളുടെ ടൂത്ത് ബ്രഷ് എടുത്താണ് അതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ശുചിത്വത്തെ കുറിച്ച് പറയുന്നില്ല. ശുചിത്വത്തിന്റെ നല്ല നാളുകൾ വരുന്നതിന് വേണ്ടി എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം കൂടി വന്നാൽ മതി. സാമൂഹികമായ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് സുധന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും